ഗുഡ് മോർണിംഗ്. നമ്മൾ ഇൻഡെക്സിങ് പഠിക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡെക്സിങ് സ്ട്രക്ചേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇപ്പോൾ പ്രൈമറി ഇൻഡെക്സ്, ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന മൾട്ടി ലെവൽ ഇൻഡെക്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻഡെക്സിങ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതുകൂടാണ്ട് മിക്കപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദീസ് ഇൻഡെക്സിങ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈമറി ഇൻഡെക്സിങ് ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസിനകത്ത് നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഏത് ഇൻഡെക്സ് ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതേതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അതിനകത്ത് തന്നിരിക്കുന്ന കുറച്ച് ഡേറ്റാസ് ഉണ്ട്. നമ്മൾ മെയിൻലി 3 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് ഇൻഡെക്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 3 ഇക്വേഷൻസ് അറിയാമെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പേര് ആബ്സെൻ്റ് ആയിരുന്നു, 14 സ്റ്റുഡൻസ് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ പ്രൊസീഡ് ചെയ്ത് വരുന്ന ക്ലാസ് അവേഴ്സിൽ നമുക്കിതൊക്കെ അത്യാവശ്യമാണ്. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം, സീരീസിന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഈ ടോപ്പിക്സ് പഠിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഈ സെഷൻ വീണ്ടും ഇന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സെക്ഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു ഓർഡേർഡ് ഇൻഡെക്സ് ഫയലാണുള്ളത്, ഒരു ഓർഡേർഡ് ഫയൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പ്രൈമറി ഇൻഡെക്സിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ റെക്കോർഡ്സ് എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നത് എന്തായിരിക്കും, ഓർഡറിലായിരിക്കണം. അത് നമ്മളൊരു മസ്റ്റ് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓർഡേർഡ് ഫയൽ എന്ന് പറഞ്ഞു. സോ ഇതൊരു പ്രൈമറി ഇൻഡെക്സിൻ്റെ ഒരു ക്ലൂ ആണ്. ഓക്കെ, അവിടെ ആ ഒരു പ്രൈമറി ഇൻഡെക്സിൻ്റെ ഒരു ക്ലൂ ആണ്. അപ്പോൾ ഇവിടുത്തെ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തേക്കുന്നത് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ ടോട്ടൽ? ഒരു 30,000 റെക്കോർഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്, നമ്മുടെ ഡിസ്കിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എത്ര റെക്കോർഡ്സ് ആണ്? 30,000 റെക്കോർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി മെമ്മറിയുടെ ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 ബൈറ്റ്സ്. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ കുറേ റെക്കോർഡ്സ് ഉണ്ട്. ഈ റെക്കോർഡ്സ് എത്ര ഉണ്ട്? ഇൻ ടോട്ടൽ 30,000 റെക്കോർഡ്സ് ഉണ്ട്. 30,000 റെക്കോർഡ്സ് ആദ്യം അത് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്? മെമ്മറിയിലുള്ള ബ്ലോക്സിലാണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് എത്ര ബൈറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? 1024 ബൈറ്റ്സിനെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് റെക്കോർഡ്സിൻ്റെ സൈസ് എല്ലാം ഫിക്സ്ഡ് സൈസ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം ക്ലോസ് ടു ദ പ്രൈമറി ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി ഡേറ്റയുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്പാൻഡ് ആണ്. അൺസ്പാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ബ്ലോക്കിൽ പ്ലേസ് ചെയ്യും. ഇത് ബ്ലോക്ക് 1, ഇത് ബ്ലോക്ക് 1, ഇത് ബ്ലോക്ക് 2. ഞാൻ B1 എന്ന് വിളിക്കുവാണേ, ഇത് B1, ഇത് B2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് എവിടെ പ്ലേസ് ചെയ്യുവാണ്? ഒരു ബ്ലോക്കിനകത്ത് നിൽക്കും. ആ റെക്കോർഡിൻ്റെ ഇൻഫർമേഷൻ ഒന്നും പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്പാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? അൺസ്പാൻഡ്. അതായത് നമുക്കൊരു ബ്ലോക്കിൽ പോയി നോക്കിയാൽ തന്നെ നമുക്കൊരു ഫുൾ റെക്കോർഡ് കിട്ടും. ഒരു ഫുൾ റെക്കോർഡ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിനകത്ത് ഈ 30,000 റെക്കോർഡ്സ് ഉണ്ടെന്നല്ല പറയുന്നത്, ഒരു റെക്കോർഡ് ഇൻഫർമേഷൻ. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഏജ്, ഇത് തന്നെ നമുക്കൊരു റെക്കോർഡായിട്ട് എടുക്കാമല്ലോ. ഇതൊരു സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ്റെ ഒരു റെക്കോർഡാണ്. അപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഒരു റെക്കോർഡായിട്ട് നമുക്ക് വിളിക്കാം. അടുത്ത സ്റ്റുഡൻറ്റ് റെക്കോർഡ് ഫുള്ള് നമുക്ക് വേറൊരു റെക്കോർഡായിട്ട് വിളിക്കാം. അപ്പോൾ ഈ ഒരു റെക്കോർഡ് ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്ത് പല പല ബ്ലോക്കിലല്ല. അതായത് നെയിം, റോൾ നമ്പർ ഒരിടത്ത്, ഏജ് വേറൊരു ബ്ലോക്കിൽ, അങ്ങനെയല്ല. ഈ ഫുൾ റെക്കോർഡും, അതായത് ഈ ഒരു സിംഗിൾ റോ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് തന്നെ കിട്ടും. ഒരു ബ്ലോക്കിലേക്ക് നമ്മൾ എത്തുവാണെങ്കിൽ ആ ബ്ലോക്കിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഇൻഫർമേഷനും കിട്ടും, ലൈക്ക് അയാളുടെ നെയിം, റോൾ നമ്പർ ആൻഡ് ഏജ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ, ഇത് അൺസ്പാൻഡ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെക്കോർഡിൻ്റെ ലെങ്ത് എത്രയാണ്? 100 ബൈറ്റ്സ് ആണ്. ഇനി ഈ റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ്? ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ ഒരു 100 ബൈറ്റ്സിനകത്താണ് കുട്ടിയുടെ നെയിമും റോൾ നമ്പറും ഏജും എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് അവർ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എത്രയാണ്? 100 ബൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഫർമേഷൻ. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സും അതിൻ്റെ സ്റ്റോറേജും അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ബ്ലോക്സും ഓരോ ബ്ലോക്കിനകത്തും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എത്ര ബൈറ്റ്സ് ആണ്, ആ കാര്യങ്ങളെല്ലാം നമുക്കിനി അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട 3 പാരാമീറ്റേഴ്സാണ്. ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ ഈ ഹോൾ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബ്ലോക്സ് വേണ്ടി വരും? നമുക്കിപ്പോൾ ഒരു വലിയൊരു 30,000 റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ 30,000 റെക്കോർഡ്സിനെയും സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ബ്ലോക്ക് ഓഫ് മെമ്മറി വേണ്ടി വരും അല്ലേ? എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? ബ്ലോക്സിലാണ്, ബ്ലോക്ക് ഓഫ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ഇനി നമ്മൾ ഈ ഒരു പ്രൈമറി ഇൻഡെക്സിനെ നമ്മൾ എത്ര തവണ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ ഫയൽസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്പർ ഓഫ് ആക്സസ്, ഹൗ മെനി ബ്ലോക്ക് ആക്സസ് ഈസ് നീഡഡ്. ഓക്കെ, വിത്ത് ആൻ ഓർഡറിങ്. ഓക്കെ, എത്ര ബ്ലോക്ക് ആക്സസ് നമുക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഈ സെഷൻ ഞാൻ പറയാമേ. ആദ്യം നമുക്ക് ഈ 2 സെഷനിലേക്കും പോവാം. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളൊരു ഫയലിനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു ഇൻഡെക്സിങ്ങിൻ്റെ പ്രോബ്ലം കാണുമ്പോഴേക്കും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം എന്താണ്, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫയൽസാണ് ഇൻഡെക്സിങ്ങിൻ്റെ കേസിൽ നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്, ആക്ച്വലി നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഫയലും അതേപോലെ ആ ഡേറ്റയുടെ ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫയലും. ഓക്കെ, അപ്പോൾ 2 ഫയൽസാണുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഡേറ്റ ഫയലാണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്താണ്, ഇൻഡെക്സ് ഫയലാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം, ഡേറ്റ ഫയലിനകത്തെന്ന് പറഞ്ഞാൽ എത്ര എൻട്രീസ് ഉണ്ട്, 30,000 റെക്കോർഡ്സ് ഉണ്ട്. ആ 30,000 റെക്കോർഡ്സും ഓർഡറിലാണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്, ഇനി നമ്മൾ പറയുന്നത് ഓരോ ബ്ലോക്കിൻ്റെയും സൈസാണ്. നോക്കിക്കേ, ബ്ലോക്ക് സൈസ് എത്രയാണ്, 1024 ബൈറ്റ്സ് ആണ് ബ്ലോക്ക്. അപ്പോൾ ഒരു ബ്ലോക്ക് 1 ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എത്രയായിരിക്കും, 1024 ആയിരിക്കും. എന്നിട്ട് എല്ലാ റെക്കോർഡ്സും ഫിക്സ്ഡ് സൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഓരോ ബ്ലോക്കിലും നമ്മൾ അസൈൻ ചെയ്യുന്നത് ഈ ഈക്വൽ നമ്പർ ഓഫ് എന്താണ്, റെക്കോർഡ്സ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് സൈസ് കിട്ടി 1024 ബൈറ്റ്സ്. എത്ര റെക്കോർഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 30,000 റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ റെക്കോർഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 ബൈറ്റ്സ്. അതായത് ഇതാണ് നമ്മളുടെ ഓരോ റെക്കോർഡും അല്ലേ, ഇത് നമ്മളുടെ റെക്കോർഡ് 1, ഇത് നമ്മളുടെ റെക്കോർഡ് 2. അങ്ങനെയാണെങ്കിൽ ഓരോ റെക്കോർഡിൻ്റെയും സൈസ് എത്രയാണ്, 100 ബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ 3 ഇൻഫർമേഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, ബ്ലോക്കിംഗ് ഫാക്ടർ. ഓക്കെ, സോ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്, ഒരു ബ്ലോക്കിൽ നമുക്ക് എത്ര റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1 ആണെന്ന് വെച്ചോ, ഇത് ബ്ലോക്ക് നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിനകത്ത് ഞാൻ 3 റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്തു. ഇത് റെക്കോർഡ് 1, ഇത് റെക്കോർഡ് 2, ഇത് റെക്കോർഡ് 3, ഇത് റെക്കോർഡ് 4. 4 റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കിംഗ് ഫാക്ടർ എത്രയാണ്, 4. അതായത് ഈ ഒരു ബ്ലോക്കിൻ്റെ കപ്പാസിറ്റി, ഈ ഒരു ബ്ലോക്കിൽ, ഒരു സിംഗിൾ ബ്ലോക്കിൽ നമുക്ക് എത്ര റെക്കോർഡ്സിനെ നമുക്ക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ബ്ലോക്കിംഗ് ഫാക്ടർ. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്കിനെയാണ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്, ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. അത് ഒരു ബ്ലോക്കിനകത്ത് എത്ര എലമെൻസിനെ പ്ലേസ് ചെയ്യണം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ബ്ലോക്കിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ ബ്ലോക്കിൻ്റെ ഫുൾ സൈസ്, ആ ബ്ലോക്കിന് എത്ര സൈസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഓരോ ബ്ലോക്കിലും നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആരെയാണ്, റെക്കോർഡിനെയാണ്. അപ്പം ബ്ലോക്ക് സൈസ് ഡിവൈഡ് ബൈ റെക്കോർഡ് സൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ബ്ലോക്കിംഗ് ഫാക്ടർ കിട്ടും. ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബ്ലോക്കിംഗ് ഫാക്ടർ. ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ എടുക്കുന്ന ഓരോ ബ്ലോക്കിലും, ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഡിസ്ക് ബ്ലോക്ക്. ആ ഡിസ്ക് ബ്ലോക്കിനകത്ത് നമുക്ക് എത്ര റെക്കോർഡ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം, അതിൻ്റെ കൗണ്ടാണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ഫാക്ടർ. ഓക്കെ, സോ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്. ഒരു ബ്ലോക്കിൽ നമുക്ക് എത്ര റെക്കോർഡ്സ്, ഇത് റെക്കോർഡ് 1, ഇത് റെക്കോർഡ് 2, ഇത് റെക്കോർഡ് 3, ഇത് റെക്കോർഡ് 4 ആണ്. ഇവിടുത്തെ ബ്ലോക്കിംഗ് ഫാക്ടർ എന്താണ്, 4 റെക്കോർഡ്സിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. സോ ഹിയർ ദ ബ്ലോക്കിംഗ് ഫാക്ടർ ഈസ് 4. ഓക്കെ, ഇനി നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട് ടു ഫൈൻഡ് ഔട്ട് ദിസ് ബ്ലോക്കിംഗ് ഫാക്ടർ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള റെക്കോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ബേസിക്കലി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്, ബ്ലോക്കിൻ്റെ സൈസ്. അതും നെക്സ്റ്റ് പാരാമീറ്റർ എന്തായിരിക്കും, നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്താണ്, റെക്കോർഡ്, അതിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സിന് പ്രൊപ്പോർഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്, ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലോക്കിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ബ്ലോക്കിനകത്തുള്ള റെക്കോർഡ്, ദാറ്റ് ഈസ് ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഇനി അതിനെ അപ്പൻഡ് ചെയ്തിട്ട് ഇതാ ഇങ്ങനൊരു സിമ്പിൾ കണ്ടോ. ഈ ഒരു സിമ്പിൾ മീൻ ചെയ്യുന്നത് എന്താ, ഇതിന് വിളിക്കുന്ന പേര് ഫ്ലോർ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്, ദിസ് ഈസ് സീൽ ഫംഗ്ഷൻ. എന്താണ് സീലും ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പം ഞാൻ എഴുതുവാണ് 12.3, ഇവിടെ ഞാൻ എഴുതുവാണ് 12.3. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ടു ദ നെക്സ്റ്റ് ലോവർ ഡിജിറ്റ്, അതായത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള അപ്പർ ലിമിറ്റ് അല്ല, ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 12.3ൽ ഏറ്റവും ലോവസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 12 ആയിരിക്കും. സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ടു ദ അപ്പർ ഇൻറ്റിജർ വാല്യൂ, ടു ദ നെക്സ്റ്റ് അപ്പർ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ 12.3 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, 13. ഓക്കെ ആണോ? ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 12.8 ആണെന്ന് വിചാരിക്കാം. ഇവിടെയും 12.8. 12.8 എന്ന് പറഞ്ഞാൽ എന്താണ്, 12.8ന് തൊട്ട് മുന്നേ ഉള്ള ഡൗൺ വാല്യൂ ആയിട്ടുള്ള ഇൻറ്റിജർ എന്താണ്, 12 തന്നെയാണ്. ഒരിക്കലും നമ്മൾ 0.5 വെച്ചിട്ട് നമ്മളതിനെ ഹയർ റേഞ്ചിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യരുത്.
ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ ഈ ഡെസിമൽ പോർഷൻ ഇല്ലാണ്ടുള്ള ആ വാല്യൂ എത്രയാണോ അത് എഴുതി വയ്ക്കുക. സീൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സീൽ, നിങ്ങൾ മുകളിലല്ലേ സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ 12.8 തൊട്ട് ശേഷമുള്ള, അതായത് 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇൻറ്റിജർ എന്താണ് 13. സോ 13 വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ക്ലാസ് നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ കുറേ പേര് ആബ്സെൻ്റ് ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റിനകത്ത് ബ്ലോക്ക് സൈസ് എത്രയാണ്. ഇവിടെ ഡേറ്റ ഫയലിൽ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് സൈസ് 1024 ആണ്. ആ സെയിം സംഭവം തന്നെയായിരിക്കും എവിടെയും വരിക, ഇൻഡെക്സ് ഫയലിലും വരിക. ഇതിനകത്തും വരിക, ഇൻഡെക്സ് ഫയലിലും വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞു തരാമേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ്? 1024. ഓക്കെ, സോ 1024 ആണ് ബ്ലോക്ക് സൈസ്. ഓരോ റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ്? 100 ബൈറ്റ്സ്. കണ്ടോ, 100 ബൈറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. റെക്കോർഡ് ലെങ്ത് 100 ബൈറ്റ്സ്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 1024 ഡിവൈഡഡ് ബൈ 100 എന്ത് കിട്ടും? നമുക്ക് 10.24 കിട്ടുമല്ലോ. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്ലോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ 10.24ൻ്റെ നിയറസ്റ്റ് ഡൗൺ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. സോ നമുക്ക് എത്ര റെക്കോർഡ്സിനെ പ്ലേസ് ചെയ്യാം? ഒരു ബ്ലോക്കിൽ നമുക്ക് 10 റെക്കോർഡ്സിനെ പ്ലേസ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഓഫ് ദിസ് ബ്ലോക്കിംഗ് ഫാക്ടർ? വി ക്യാൻ ഹോൾഡ് മാക്സിമം ഓഫ് എത്രയാണ്? 10 റെക്കോർഡ്സ് ഇൻ എ സിംഗിൾ ബ്ലോക്ക്. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ ഈ റെക്കോർഡ് നമ്മുടെ ബ്ലോക്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓർഗനൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ കിട്ടി, ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദിസ് ഡേറ്റ ഫയൽ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഫോർ ദ ഫയൽ. നമ്മുടെ എൻ്റെ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബ്ലോക്സ് വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. ഏതാ ഇക്വേഷൻ? ഇതെല്ലാം സ്ക്വയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. സോ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട എന്താണ്? ബ്ലോക്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ വരുന്നത് ആരാണ്? റെക്കോർഡ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താണ്? എത്ര റെക്കോർഡ്സ് ഉണ്ടെന്നുള്ളത് അറിയണം. എങ്കിലല്ലേ നമുക്ക് എത്ര ബ്ലോക്ക് വേണമെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലേ? പക്ഷേ നമ്മുടെ ഒരു 10 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ 10 ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ആ 10 എണ്ണം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബാഗ് വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? എത്ര ബുക്ക് വന്നു എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എത്ര ബാഗ് വേണ്ടി വരും അതിനെ സ്റ്റോർ ചെയ്യാന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം എത്ര നമ്പർ ഓഫ് ബുക്സ് വേണം, അതേപോലെ തന്നെ ഓരോ ബാഗിൻ്റെയും കപ്പാസിറ്റി, ഈ 2 വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എത്ര ബ്ലോക്സ് അല്ലെങ്കിൽ എത്ര ബാഗ് വേണം എന്നുള്ള കൗണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്ക്വയർ ചെയ്ത് തന്നെ പഠിക്കണേ. നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് കപ്പാസിറ്റി ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡിൻ്റെ ഇക്വേഷൻ നമുക്ക് വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര റെക്കോർഡ്സ് വരുന്നുണ്ട്? 30,000 റെക്കോർഡ്സ് ഉണ്ടെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 30,000 റെക്കോർഡ്സ്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്? ബ്ലോക്കിംഗ് ഫാക്ടർ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് 10 ആണ്. സോ ആ വാല്യൂ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 3000 ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 30,000 റെക്കോർഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര മെമ്മറി ബ്ലോക്സ് വേണം? 3000 ബ്ലോക്സ് വേണം. ആ ഓരോ ബ്ലോക്കിൻ്റെയും കപ്പാസിറ്റി എത്രയാണ്? ഓരോ ബ്ലോക്കിൽ നമുക്ക് 10 റെക്കോർഡ്സിനെ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത്രയാണ് അതിനകത്ത് മെയിനായിട്ട് അറിയേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തെ പാരാമീറ്ററാണ് എത്ര ബ്ലോക്ക് ആക്സസ് വേണമെന്ന് നമുക്ക്, അതായത് ബ്ലോക്ക് ആക്സസ് വേണം. അതായത് ഇപ്പോൾ മെസ്സേജ് നമുക്ക് ഓരോ റെക്കോർഡിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ റെക്കോർഡിന് നമുക്ക് ബ്ലോക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര റിക്വസ്റ്റുകൾ, എത്ര ആക്സസ് റിക്വസ്റ്റുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ അതിൻ്റെ ഇക്വേഷനാണ് log 2 of b. ഇതും സ്ക്വയർ ബോക്സിൽ തന്നെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളും സ്ക്വയർ ബോക്സിലായിരിക്കണം. എന്തൊക്കെയാണ് വേണ്ടത്? ബ്ലോക്കിംഗ് ഫാക്ടർ, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ആൻഡ് ബ്ലോക്സ് റിക്വയർഡ്, നമ്പർ ഓഫ് റിക്വസ്റ്റ്, ആക്സസ് റിക്വസ്റ്റ് എത്ര എണ്ണം വേണം എന്നുള്ളതിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് log 2 of b. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. എന്താണ് ബി എന്ന് പറഞ്ഞാൽ? എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. ഇത് ബ്ലോക്കിംഗ് ഫാക്ടറായിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത്. സോ ഈ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. ഇപ്പം നമ്മുടെ ഈ ഒരു ഡേറ്റ റെക്കോർഡാണ്, ഡേറ്റ ഫയലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് എത്ര ബ്ലോക്സ് ഉണ്ടോ ആ ബ്ലോക്സിൽ പ്രൊപ്പോർഷണലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ റിക്വസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? log to the base 2 of b. അതായത് log b ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് 2 ആണ്. ഒരിക്കലും നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് 10 ബേസിൽ വെറുതെ അങ്ങ് ലോഗ് എടുക്കരുത്. അത് 10 ബേസിലുള്ള ലോഗായിരിക്കും കിട്ടുക. നമുക്ക് ടു ദ ബേസ് 2ലുള്ള ലോഗരിതമിക് വാല്യൂ ഓഫ് ബി ആണ് നമുക്ക് വേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. ഓക്കെ, സോ ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന റീസെൻ്റായിട്ട് കണ്ടുപിടിച്ച വാല്യൂ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്താണ്? log 2 of എന്ത് കൊടുക്കുക? ബിയുടെ വാല്യൂ എന്താണ്? എത്ര ബ്ലോക്ക് വേണം? നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത് 3000 ബ്ലോക്സ് വേണം ഈ ഫുൾ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 3000 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ സീൽ വാല്യൂ ആണ് ചെയ്യുന്നത്, അതായത് ഫ്ലോർ അല്ല സീലാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ log 2 ഓഫ് 3000 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും 11.55 എന്ന് പറഞ്ഞ് കിട്ടും. അതിൻ്റെ സീൽ ചെയ്ത വാല്യൂ, സീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പർ ബൗണ്ട് 11 ടു ദ നിയറസ്റ്റ് അപ്പർ ഇൻഡിജർ വാല്യൂ എന്ന് പറയുമ്പോഴേക്കും അത് എന്തായി മാറും 12. ഓക്കെ, അപ്പോൾ നമ്മൾ 12 ആക്സസുകളാണ് നമുക്ക് ഈ എൻ്റയർ ബ്ലോക്സിന് വേണ്ടി നമുക്ക് ടോട്ടലായിട്ട് വേണ്ടി വരിക. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻലി നമ്മൾ പഠിക്കുന്ന പ്രോബ്ലംസ്. ഇനി ഏത് ക്ലസ്റ്ററിംഗ് മെത്തേഡ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഈ 3 ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് കണ്ടുപിടിക്കണം. പിന്നെ ആക്സസുകൾ, എത്ര ആക്സസാണ്, ബ്ലോക്ക് ആക്സസുകളാണ് റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഫോർ ആക്സസിങ് ദ എൻ്റയർ ഫയൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ log b ആണ് ടു ദ ബേസ് 2. ഓക്കെ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മുഴുവൻ ആരെ പറ്റിയിട്ടാണ്, ഡേറ്റ ഫയലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇത് രണ്ടായിട്ട് അവർ ചോദിക്കും. ഡേറ്റ ഫയൽ വർക്ക് ഓൺ ചെയ്യുന്നുള്ള കോൺസെപ്റ്റും ഇൻഡെക്സ് ഫയൽ വർക്ക് ഓൺ ചെയ്യുന്ന കോൺസെപ്റ്റും ചോദിക്കും. അപ്പോൾ ഇനി ഞാൻ ഈ സെക്കൻഡ് പോർഷനിലോട്ട് വരുവാണേ. അപ്പോൾ അവിടെ വന്നിട്ട് നോക്കിക്കേ, ഹൗ മെനി ബ്ലോക്ക് ആക്സസ് ഇഫ് യൂസിങ് എ പ്രൈമറി ഇൻഡെക്സ് ഫയൽ. നമ്മളൊരു പ്രൈമറി ഇൻഡെക്സ് ഫയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ബ്ലോക്ക് ആക്സസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക എന്ന് പറയുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ഫയലിൻ്റെ ഇൻഫർമേഷൻ എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് എന്തില്ല, ഇവിടുത്തെ ഇൻഡെക്സ് ഫയലിൽ എത്ര ബൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, അതായത് 100 ബൈറ്റ്സ് വരുന്നതാണ് ഒരു റെക്കോർഡ് എന്നറിയാം, പക്ഷേ ഒരു ഇൻഡെക്സിൻ്റെ സൈസ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ അവർ പറഞ്ഞിരുന്ന ഇൻഫർമേഷൻ. അതായത് ഒരു ഇൻഡെക്സിന് 2 പോർഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചല്ലോ. അതായത് പ്രൈമറി കീ വാല്യൂവും അതേപോലെ തന്നെ ബ്ലോക്ക് പോയിൻ്റ് എന്നൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈമറി കീ വാല്യൂവിൻ്റെ സൈസ് എത്രയാണ് 9 ബൈറ്റ്സും ആൻഡ് പോയിൻറ്റിൻ്റെ സൈസ് എത്രയാണ് 6 ബൈറ്റ്സും. സോ ഇൻ ടോട്ടൽ നമ്മളുടെ ഈ ഒരു ഇൻഡെക്സ് ഫയലിനകത്തുള്ള ഓരോ ഇൻഡെക്സ് റെക്കോർഡും സൈസ് എത്രയാണ് 9 + 6. എത്ര കിട്ടും നമുക്ക് 9 + 6 എത്ര കിട്ടും നമുക്ക് 15 ബൈറ്റ്സ് ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡെക്സ് റെക്കോർഡിൻ്റെ സൈസ്. ഇത് നമ്മുടെ ഡേറ്റ റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ് 100 ബൈറ്റ്സ് ആണെങ്കിൽ നമ്മളുടെ ഇൻഡെക്സ് റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ 15 ബൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻഡെക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിലും ചോദിക്കും, ഡേറ്റ ഫയൽ വർക്ക് ചെയ്യുന്നതും ഇൻഡെക്സ് ഫയൽ വർക്ക് ചെയ്യുന്നതുള്ള ഡിഫറൻസ് ചോദിക്കും. ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്തത് ഫുൾ ഓൺ ഡേറ്റ ഫയലിലാണ്. ഇനി നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഫയലിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്, ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഓക്കെ, ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമ്മുടെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1024 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ റെക്കോർഡിൻ്റെ ബ്ലോക്ക് സൈസ് എത്രയാണോ അതേ സൈസ് തന്നെ ആയിരിക്കും എന്തിലും വരിക, ഇൻഡെക്സ് സ്ട്രക്ചറിൻ്റെയും ബ്ലോക്ക് സൈസായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും 1024 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. റെക്കോർഡ് സൈസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ നമ്മുടെ ഡേറ്റ റെക്കോർഡല്ല ഇൻഡെക്സ് റെക്കോർഡാണ്. ഓക്കെ, സോ ഡേറ്റ റെക്കോർഡ് ആണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ് 100 ബൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഇൻഡെക്സ് ഫയലിനകത്തുള്ള ഇൻഡെക്സ് റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ് 9 + 6. സോ 15 ബൈറ്റ്സ് ആണ് ഏതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് റെക്കോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 1024 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫ്ലോർ വാല്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ 68.28 കിട്ടും. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ലോവസ്റ്റ് ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 68. സോ ദിസ് ഈസ് ദ ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദ ഇൻഡെക്സ് ഫയൽ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ട എന്താണ്, ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് അല്ലേ. സോ നമുക്ക് ഈ ഒരു ഫുൾ ഇൻഡെക്സിനകത്ത് എത്ര ബ്ലോക്കുകൾ വേണ്ടി വരണം എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബ്ലോക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇൻഡെക്സ് ഫയലിനകത്ത് എത്ര റെക്കോർഡ്സ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ ഇൻഡെക്സ് ഫയലിനകത്ത് എത്ര റെക്കോർഡ്സ്, ഇൻഡെക്സ് റെക്കോർഡ്സ് എത്ര വരുമെന്ന് നമുക്കറിയത്തില്ല. അതേസമയം ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ ഫയലിലെ ഇൻഡെക്സിൻ്റെ ഡേറ്റ ഫയലിനകത്ത് എത്ര റെക്കോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 30,000 റെക്കോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര ഇൻഡെക്സ് റെക്കോർഡ്സ് വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമറി ഇൻഡെക്സ് ആണെങ്കിൽ അതൊരു ക്ലൂ ഉണ്ട്. എന്താ പറയുന്നത്, നമ്മൾ എത്ര ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എന്തിൻ്റെ കൗണ്ടിന് പ്രൊപ്പോർഷണലായിരിക്കും, എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മുടെ കയ്യിൽ എത്ര ബ്ലോക്സ് ഉണ്ടോ അതിൻ്റെ കൗണ്ടിന് ഈക്വൽ ആയിരിക്കും. കാര്യം ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ ഇവിടെ നമുക്ക് വരണം, അത് മസ്റ്റാണ്. ഇവിടെ നമുക്ക് 3 ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് എത്ര ഇൻഡെക്സ് റെക്കോർഡ്സ് വരുമായിരുന്നു, ബ്ലോക്ക് 1നെ റെഫർ ചെയ്യാനൊരു ഇൻഡെക്സ്, ബ്ലോക്ക് 2നെ റെഫർ ചെയ്യാനൊരു ഇൻഡെക്സ്, ബ്ലോക്ക് 3യെ റെഫർ ചെയ്യാനൊരു ഇൻഡെക്സ് ഉണ്ടാവില്ലേ. ഓക്കെ, സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനകത്തുള്ള കീ വാല്യൂസ് എന്ന് ഏതെങ്കിലും 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ ചൂസ് ചെയ്ത് കൊടുക്കും. അത് ചിലപ്പോൾ 2 ആകാം, ചിലപ്പം 4 ആകാം, ചിലപ്പം 7 ആകാം, അല്ലെങ്കിൽ 8, 9, 1 ഏതെന്നുള്ള അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൈമറി ഇൻഡെക്സിങ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും, എത്ര നമ്പർ ഓഫ് ഇൻഡെക്സ് റെക്കോർഡ്സ് വേണം എന്നുള്ളതിൻ്റെ കൗണ്ട് നമുക്കറിയാൻ പറ്റും അല്ലേ. ഇവിടെ 3 ഇൻഡെക്സ് ആണ് വേണ്ടത്, നമുക്ക് 3 ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ. ഇപ്പോൾ 5 ബ്ലോക്കാണ് ഉള്ളതെങ്കിൽ എത്ര ഇൻഡെക്സുകൾ വേണം, 5 ഇൻഡെക്സ് റെക്കോർഡ്സ് വേണം ആണല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ഇക്വേഷനകത്ത്, അതായത് സ്റ്റേജിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റിലത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഡേറ്റ ഫയൽ. നമ്മൾ നേരത്തെ എത്ര ബ്ലോക്സ് വേണം എന്നുള്ളത് നമ്മൾ ടോട്ടൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ബ്ലോക്സാണ് നമുക്ക് വേണ്ടത്, 3000 ബ്ലോക്സ് ആണ് നമുക്ക് വേണ്ടത്, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ 3000 ബ്ലോക്സും നിങ്ങൾ 30,000 എന്നുള്ള റെക്കോർഡ്സിൻ്റെ കൗണ്ടുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. ഇത് 30,000 റെക്കോർഡ്സ് ആണ്, മനസ്സിലാവുന്നുണ്ടോ, ഇത്രയാണ് റെക്കോർഡ്സ്. ആ റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ബ്ലോക്സ് എത്രയാണ്, ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ബ്ലോക്സ് വേണം, 3000 ബ്ലോക്ക് മതി. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ബ്ലോക്കിലും എത്ര ഡേറ്റാസിന്, എത്ര റെക്കോർഡ്സിന് നമുക്ക് പ്ലേസ് ചെയ്യാം, 10 റെക്കോർഡ്സ് വീതം നമുക്ക് പ്ലേസ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ട ടോട്ടൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3000 ബ്ലോക്സ് മതി, 3000 ബ്ലോക്സ് മതി. ആ ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി എവിടെ വരണം, ഇൻഡെക്സ് ഫയലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, 3000 എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 10 ആയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ 10 എന്നുള്ള വാല്യൂ, 10 അല്ല 68 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ 68 എന്നുള്ള വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. ഓക്കെ, അതിൻ്റെയും സീലാണ് എടുക്കുന്നത്, ഫ്ലോർ അല്ല, സീൽ എടുക്കുന്നത്. ഓക്കെ, ഫ്ലോർ എടുക്കുന്നത് നമ്മുടെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് റെക്കോർഡ്സ് നമുക്കറിയാം 3000 ആണ്. നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടിയത്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3000 എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ആ ഒരു വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷൻ. ഓക്കെ, അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ബ്ലോക്കിംഗ് ഫാക്ടർ എത്രയാണ്, 68 ആണ്. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 45 പോയിൻറ്റ് സംതിങ് കിട്ടും. സോ നമ്മളതിനെ 44 പോയിൻറ്റ് സംതിങ് കിട്ടും. നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്താക്കി മാറ്റും, 45 ആക്കി മാറ്റും, ബിക്കോസ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ സീൽ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി, നമ്പർ ഓഫ് ബ്ലോക്സിൻ്റെ കൗണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ആക്സസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബ്ലോക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, log 2 ഓഫ് ദിസ് ബി വാല്യൂ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു log 2 ഓഫ് ബി. അപ്പോൾ log 2 ഓഫ് ബി ഇവിടെയും നമ്മൾ എന്താ എടുക്കുന്നത്, സീലാണ് എടുക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 6 ബ്ലോക്സ് എന്നുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 6 ആൻസർ കൊണ്ട് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യരുത്. ഇതൊരു നോർമൽ ഒരു ഡേറ്റ ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മതി, 6 ബ്ലോക്ക് ആക്സസ് മതി. പക്ഷേ ഈ ഡേറ്റ ഫയലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഇൻഡെക്സ് ഫയൽ ആക്ട് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ ആക്സസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇൻഡെക്സ് ഫയലിൽ പോയി നോക്കിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഡേറ്റ ഫയലിലേക്ക് പോകുന്നത്. അപ്പോൾ ടോട്ടൽ ആക്സസ് എന്ന് പറയുമ്പോഴേക്കും ഇൻഡെക്സ് ഫയൽ നോക്കുന്ന ഒരു ആക്സസ് വരെ നമുക്ക് 6 ആക്സസ് വഴി നമുക്ക് ഇൻഡെക്സ് ഫയലിൽ എത്താൻ പറ്റും. അവിടുന്ന് നമുക്ക് ഡേറ്റയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആക്സസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി കിട്ടുന്ന ആൻസറിൻ്റെ കൂട്ടത്തിൽ log 2 ഓഫ് ബി +1 ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇൻഡെക്സ് ഫയലാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആക്സസിൻ്റെ കൗണ്ട് കിട്ടത്തുള്ളൂ. ഇതൊരു ഡിഫറൻസിയേഷൻ ആണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പം 6 + 1 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 7 ബ്ലോക്ക് ആക്സസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 6 ആക്സസ് ഇൻഡെക്സിനെ റെഫർ ചെയ്യാനും ഒരെണ്ണം നമ്മുടെ ഡേറ്റ ഫയലിലേക്കുള്ള ഡയറക്ഷനും നാവിഗേഷനും. അങ്ങനെ നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര വേണം, 6 + 1 7 ബ്ലോക്ക് ആക്സസ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഡേറ്റ ബ്ലോക്കിൽ ആക്സസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ 3000 ഡേറ്റ ബ്ലോക്സ് ഉണ്ട്. ആ 3000 ഡേറ്റ ബ്ലോക്കിലായിട്ട് നമുക്ക് 30,000 ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് ഫയലിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് മെയിൻലി പഠിക്കുന്നത്. ഇക്വേഷൻ ഉറപ്പായിട്ടും എഴുതി വെച്ചേക്കണം. ബ്ലോക്കിംഗ് ഫാക്ടർ BFR, ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് ആക്സസ്, റിക്വയർഡ് ആയിട്ടുള്ള ബ്ലോക്ക് ആക്സസ് കണ്ടുപിടിക്കണം. ഈ ബ്ലോക്ക് ആക്സസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ്, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ്, നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.